ചായക്കടയിലെ ചില്ലുകൂട്ടിലിരിക്കുന്ന ആ സുഖിയനെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? നോമ്പ് തുറക്കുമ്പോഴും ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ്. സുഖിയൻ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ചെറുപയർ കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 1.25 കപ്പ് വെള്ളവും അല്പം ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്ന് പ്രഷർ ഫുള്ള് മാറിയിട്ട് തുറന്നതാണ്. പയറ് പാകത്തിന് വെന്ത ശേഷം ഇത് മാറ്റി വയ്ക്കാം. 200 ഗ്രാം ശർക്കര പൊടിച്ചതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കി ചെറിയ തിക്കുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കണം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് ചിരകിയ തേങ്ങ ചേർത്തിട്ട് ചൂടാക്കാം. കളർ മാറാതെ ഒന്ന് നെയ്യിൽ ചൂടായ ശേഷം ഇതിലേക്ക് വേവിച്ച ചെറുപയർ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ചെറുപയറും തേങ്ങയും മിക്സ് ആയ ശേഷം ഉരുക്കിയ ശർക്കരപ്പാനി അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർക്കാം. ശർക്കരപ്പാനി ഇതിലേക്ക് യോജിച്ച് ഈ തേങ്ങയിലേക്കും ചെറുപയറിലേക്കും പിടിക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകം പൊടിയും കൂടെ ചേർക്കാം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഉരുള ഉണ്ടാക്കാനുള്ള പാകത്തിന് സെമി ഡ്രൈ ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് കുറയുമ്പോൾ അല്പം കൂട്ട് കയ്യിലേക്ക് എടുത്തിട്ട് ഉരുളയാക്കി വെക്കാം. ഈ ഒരു വലിപ്പത്തിൽ 13 ഉരുള ഉണ്ടാക്കിയിട്ടുണ്ട്. ബാറ്ററിനായിട്ട് 1 കപ്പ് മൈദയിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്തിട്ട് ചെറിയ തിക്കിലുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഓരോ ഉരുളയും മാവിൽ കോട്ട് ചെയ്തെടുത്ത ശേഷം മീഡിയം ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചുവിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.